പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി മലാക്കി പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും ഉള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഭൂമിയിൽ 2 പ്രാവശ്യമാണ് വ്യത്യാസം വയ്ക്കുന്നത്. ഒന്ന്, മിസ്രൈമിൽ വെച്ച് ദൈവത്തിൻ്റെ ജനം രക്ഷ പ്രാപിക്കേണ്ടതിന് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്റെ അടിമത്തരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരു വ്യത്യാസം വെച്ചു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു. 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിനും മിസ്രൈമ്യർക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസം വെച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുത്തു, രക്ഷ കൊടുത്തു, അടിമത്തരത്തിൽ നിന്ന് വിടുവിച്ചു, മിസ്രൈമിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം മനുഷ്യർ, ആ ജനങ്ങൾ മുഴുവനും, വ്യത്യാസം കാണിക്കപ്പെട്ട ജനം മരുഭൂമിയിലേക്ക് വന്ന നാള് മുതൽ, ചെങ്കടൽ കടന്ന നാള് മുതൽ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല. എല്ലാവർക്കും ദൈവം ഒരുപോലെ മഴ പെയ്ച്ചു. ദുഷ്ടനും നീതിമാനും ദൈവം ഭൂമിയിൽ ഒരുപോലെ മഴ പെയ്ച്ചു. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. യഹൂദനാകട്ടെ, യവനനാകട്ടെ, ബർബരനാകട്ടെ, ദാസനാകട്ടെ, യജമാനനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, സകലർക്കും കർത്താവ് ഒരേ നിയമം കൊണ്ടുവന്നു. യേശു ഈ ഭൂമിയിൽ വന്ന് അനേക രോഗികളെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരെ ഉയർപ്പിച്ച് എഴുന്നേറ്റ് നടപ്പിച്ചു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു. അനേക സൗഖ്യങ്ങൾ കർത്താവ് ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. എന്നാൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയതിനു ശേഷം അവരോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിക്കണം, നമ്മുടെ വിശ്വാസത്താൽ നാം ജീവിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നൊക്കെ ദൈവം അരുളി ചെയ്തതിൻ്റെ കാര്യം, ഒരു വ്യത്യാസം വീണ്ടും കാണിക്കുന്ന നാൾ വരെയും മനുഷ്യൻ വിശ്വാസത്താൽ ജീവിച്ച് സകലതും പ്രാപിക്കണം എന്ന് അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ദൈവം രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കി. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തിൻ്റെ ജനത്തിനും ദൈവജനം അല്ലാത്തവർക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസമുണ്ടാക്കി. അത് ഈ ഭൂമിയിൽ വെച്ചുള്ളതായ വ്യത്യാസം. എന്നാൽ അതിനുശേഷം ദൈവം വ്യത്യാസങ്ങളെല്ലാം എടുത്തു മാറ്റി. കാരണം ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ പ്രാപിക്കേണ്ടതിന്, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്, ആരും നശിച്ചു പോകാതെ മനുഷ്യരായിട്ടുള്ളവരെല്ലാവരും മനുഷ്യരുടെ ഇടയിൽ ഒരേ നാമം നൽകിക്കൊണ്ട് ഒരു വ്യത്യാസവും കൊടുക്കാതെ സകലരെയും ദൈവം രക്ഷിക്കുവാൻ വിശ്വാസത്തിൻ്റെ മാർഗം ഭൂമിയിൽ കർത്താവ് കൊണ്ടുവന്നു. യേശു വിശ്വാസത്തിൻ്റെ മാർഗത്തെ ഭൂമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കുന്നു, നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെ വർദ്ധിപ്പിച്ച് നിനക്ക് നടത്തി തരുന്നു, നിന്റെ പോരായ്മകളെയൊക്കെയും വിശ്വാസത്താൽ ദൈവം പരിഹരിച്ചു തരുന്നു. അപ്പോൾ വിശ്വാസത്താൽ മാത്രമേ ഈ കാലയളവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഈ ഭൂമിയിൽ എപ്പോഴും വ്യത്യാസം കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരാധിക്കുന്നവരായതിനാൽ, രക്ഷിക്കപ്പെട്ടവരായതിനാൽ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നതിനാൽ നാം എപ്പോഴും നമ്മൾ വ്യത്യാസമുള്ളവരാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് യാതൊരു വ്യത്യാസവുമില്ല. ദുഷ്ടനും നീതിമാനും ദൈവം ഒരുപോലെ മഴ പെയ്ച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരന് അവൻ ചെയ്യുന്ന അധ്വാനത്തിനനുസരിച്ചുള്ളതായ കൂലിയും പ്രതിഫലവും
ദൈവം ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്നു. എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട്, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ ദിവസത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന്നാളിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസത്തിൽ അവൻ എനിക്ക് തരും. അപ്പോൾ ഒരു ദിവസമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നതായ ഒരു ദിവസമുണ്ട്. ആ നാളുകൾക്ക് വരെയും മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കണം, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ ഒരു വ്യത്യാസങ്ങളും, നമ്മുടെ അയൽവക്കക്കാരുടെ ഇടയിൽ, മറ്റുള്ള ആ സമുദായങ്ങളുടെ ഇടയിൽ, മറ്റുള്ള മനുഷ്യരുടെ ഇടയിൽ ദൈവം ഒരു വ്യത്യാസവും വയ്ക്കുന്നില്ല. ഒരു സഭകളും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വ്യത്യാസം വയ്ക്കുന്നില്ല. ദൈവം സകലരെയും ഒന്നായി കാണുന്നു. ദൈവം തരുന്നതായ സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ലെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ്. അതിനു മുമ്പും കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് നമുക്ക് തരുന്നതായ സമാധാനം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സമാധാനം, നമ്മെ ദൈവം നടത്തുന്ന വഴിയിലൊക്കെയും സന്തോഷമായി ജീവിക്കുന്ന സമാധാനം. അത് ഈ ലോകത്തിന് തരുവാൻ കഴിയുകയില്ല. ഈ ലോകം എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും, വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കും. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പല ഉപമകൾ പറഞ്ഞില്ലേ? ജോലി ചെയ്യുന്നവരുടെ കാര്യം, മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവരുടെ കാര്യം, പല സമയങ്ങളിൽ വിളിച്ചും കൊണ്ടുവന്ന് വേല ചെയ്യിച്ച കാര്യം. എന്നാൽ കൂലി കൊടുക്കുമ്പോൾ അവർക്കെല്ലാം ഒരേപോലെ കൂലി കൊടുത്തതുമായി കർത്താവ് ശിഷ്യന്മാരെ പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മുമ്പന്മാരും പിമ്പന്മാരും ഇല്ല എന്നും കൂടെ കർത്താവ് ഭൂമിയിൽ വെച്ച് പഠിപ്പിച്ചു. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ മാനുഷികമായ ചിന്താഗതിയിൽ നമ്മൾ വ്യത്യാസം കാണുന്നു, വ്യത്യാസം ആഗ്രഹിക്കുന്നു, വ്യത്യാസം പ്രതീക്ഷിക്കുന്നു. ദൈവമോ സകലരെയും ഒന്നായി കാണുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം എല്ലാവരും ഒരുപോലെയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, സകലരും രക്ഷിക്കപ്പെടണം. ഇന്ന് ഭൂമിയിൽ കാണുന്ന ദുഷ്ടന്മാരൊക്കെ ദൈവത്തിൻ്റെ ആഗ്രഹം നാളെ അവർ രക്ഷിക്കപ്പെടണം. ഇന്ന് ഭൂമിയിൽ കാണുന്ന പിന്മാറ്റക്കാരൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാളെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ഇന്ന് ഭൂമിയിൽ കാണുന്ന പാപികളൊക്കെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ നാളെ വിശുദ്ധന്മാരായി മാറ്റപ്പെടണം. അതിനുവേണ്ടി ദൈവം പ്രയത്നിക്കുന്നു. ദൈവം ഏത് മീഡിയയും അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. ഏത് കാലങ്ങളെയും ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഏത് മാനുഷിക ബുദ്ധിയെയും ജ്ഞാനങ്ങളെയും ദൈവം അതിനായി വഴിത്തിരിവാക്കുന്നു. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. മലാക്കി പ്രവചനം 7-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം വീണ്ടും കാണും. ആ വീണ്ടും ദൈവം കാണിക്കുന്ന ദിവസത്തിൽ ഒരു വ്യത്യാസമുള്ള ജനമായി, ദൈവത്തിൻ്റെ നിക്ഷേപമുള്ള ജനമായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി കാണപ്പെടുവാൻ ഈ കാലങ്ങളിൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു സ്വഭാവം, ഒരു ഉത്തരവാദിത്വം, ഒരാലോചന, ഒരു ഉപദേശം, ഒരാത്മാവ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ധാരാളമായ കൃപയും പരിജ്ഞാനവും ശക്തിയും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.